കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല BA ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കേരള സർവകലാശാലയുടെ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ KUCT കോളേജുകളിലേക്കുള്ള 2024-25 അധ്യയന വർഷത്തെ BEd കോഴ്സുകളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജൂൺ 10 ഇന്ന് മുതലാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 25 ആണ്. ജൂൺ 25-ാം തീയതി വൈകിട്ട് വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 20 ഓപ്ഷനുകളാണ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ജനറൽ, റിസർവേഷൻ, മാനേജ്മെൻറ്റ്, സ്പോർട്സ് കോട്ട, PWD, ട്രാൻസ്ജെൻഡർ ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള രജിസ്ട്രേഷനാണ്. അപ്പോൾ ഈ ഒരു BA ഡിഗ്രി അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ജൂൺ 25 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കൊടുക്കുന്ന 20 ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളെ തുടർന്നുള്ള യാതൊരു അലോട്ട്മെൻറ്റുകളിലും പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷന് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കോളേജിലോ നിങ്ങൾ സർവകലാശാലയിലോ ഒന്നും നേരിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഫീസ് എന്ന് പറയുന്നത് SSC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ 400 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. രജിസ്ട്രേഷൻ ഫീസാണ്. ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളും 700 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് ഓൺലൈനായിട്ട് തന്നെയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അല്ലാതെ DD ചെക്ക്, മറ്റ് ചലാനുകൾ എന്നിവയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താലും അത് റീഫണ്ട് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കുക. BEdനൊന്നും അധിക ഗവൺമെൻറ് കോളേജുകളോ എയ്ഡഡ് കോളേജുകളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് വെക്കുന്ന കോളേജുകൾ കറക്റ്റാണോ എന്ന് നോക്കുക. വെക്കുന്ന കോഴ്സുകൾ നിങ്ങൾ കറക്റ്റാണോ, ഏത് സബ്ജക്റ്റ് ആണോ ഓപ്റ്റ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ കറക്റ്റാണോ, കൃത്യമായിട്ടാണോ വെക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഓപ്ഷനുകളെല്ലാം നിങ്ങൾക്ക് ജൂൺ 25 വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് വേണം ഇതെല്ലാ കാര്യങ്ങളും കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്